നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എന്താണ്? നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച 2023 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണല്ലേ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ എന്താക്കുക, പി എസ് സി ബുള്ളറ്റിനാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇവയൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്താക്കുക, ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. എന്നിട്ട് പലതവണ ആവർത്തിച്ച് വായിച്ചിട്ട് എന്താക്കുക, അത് ഉറപ്പിച്ച് വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ എന്താണ്? ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം, ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ നാട്ട് നാട്ട് എന്ന പാട്ടിൻ്റെ സംഗീതം നിർവഹിച്ചത് ആരാണ്? അത് എം കീരവാണിയാണ്. എന്താണ്? ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ നാട്ട് നാട്ട് എന്ന പാട്ടിൻ്റെ സംഗീതം നിർവഹിച്ചതാരാണ്? അത് എം കീരവാണിയാണ്. ആരാണ്? എം കീരവാണി. ഇനി പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായ ചെഗുവേരയുടെ മകളുടെ പേരെന്താണ്? അത് ഡോക്ടർ അലൈഡ ഗുവേര എന്നാണ്. പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായ ചെഗുവേരയുടെ മകളുടെ പേരാണ് ഡോക്ടർ അലൈഡ ഗുവേര എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി 71ാമത് വിശ്വസുന്ദരി കിരീടം നേടിയതാരാണ്? അത് അർബോണി ഗബ്രിയേലാണ്. 71ാമത് എത്രാമത്? 71ാമത് വിശ്വസുന്ദരി കിരീടം നേടിയത് ആരാണ്? അത് അർബോണി ഗബ്രിയേൽ. 71ാമത് വിശ്വസുന്ദരി കിരീടം നേടിയത് അർബോണി ഗബ്രിയേലാണ്. ഓക്കെ അല്ലേ? ഇനി മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ലിസ് ജെയ്മോൺ ജേക്കബ് ആണ്. ലിസ് ജെയ്മോൺ ജേക്കബ്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളും സെറ്റ് അല്ലേ? അപ്പം ഒന്നും കൂടി ചർച്ച ചെയ്യാം. ഇതാണ് എം കീരവാണി എന്ന് പറയുന്ന വ്യക്തി. അപ്പം ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ എന്താണ്? ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ നാട്ട് നാട്ട് എന്ന പാട്ടിൻ്റെ സംഗീതം നിർവഹിച്ചത് എം കീരവാണിയാണ്. ഇനി പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായ ചെഗുവേരയുടെ മകളുടെ പേരെന്താണ്? ഡോക്ടർ അലൈഡ ഗുവേര എന്നാണ്. ഇനി 71ാമത് വിശ്വസുന്ദരി കിരീടം നേടിയതാരാണ്? അത് അർബോണി ഗബ്രിയേലാണ്. 71ാമത് എന്ന് പറയുമ്പം 2022 കേട്ടോ. 2022 71ാമത് വിശ്വസുന്ദരി കിരീടം നേടിയത് അർബോണി ഗബ്രിയേലാണ്. ഇനി എന്താണ്? മിസ് കേരളയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ലിസ് ജെയ്മോൺ ജേക്കബ് ആണ്. ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? ഇനി 2023 ഹരിവരാസനം പുരസ്കാരം ജേതാവാരാണ്? അത് ശ്രീകുമാരൻ തമ്പിയാണ്. 2023 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവാണ് ശ്രീകുമാരൻ തമ്പി. 2023 ഹരിവരാസനം ഇമ്പോർട്ടൻ്റ് ആണ്. പി എസ് സി പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. 2023 ഹരിവരാസനം പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അത് ശ്രീകുമാരൻ തമ്പിയാണ്. ഇനി 8ാമത് കനയ്യലാൽ സേഠിയ കവിതാ പുരസ്കാരത്തിന് അർഹനായ മലയാള കവി ആരാണ്? അത് K സച്ചിദാനന്ദനാണ്. 8ാമത് കനയ്യലാൽ സേഠിയ എന്താണ്? 8ാമത് കനയ്യലാൽ സേഠിയ കവിതാ പുരസ്കാരത്തിന് അർഹനായ മലയാള കവിയാണ് K സച്ചിദാനന്ദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മാധ്യമ മേഖലയിലെ മികവിന് മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് നൽകുന്ന സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ 2020 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായതാരാണ്? അത് SR ശശിധരനാണ്. ആർക്കാണ്? SR ശശിധരൻ. ഒന്നുകൂടി വായിക്കാം. മാധ്യമ മേഖലയിലെ മികവിന് മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ 2020 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് SR ശശിധരനാണ്. ഇനി റഷ്യൻ സർക്കാർ ഏർപ്പെടുത്തിയ ദസ്തയോവ്സ്കി എന്താണ്? ദസ്തയോവ്സ്കി അല്ല, ദസ്തയോവ്സ്കി. അപ്പം റഷ്യൻ സർക്കാർ ഏർപ്പെടുത്തിയ ദസ്തയോവ്സ്കി മെഡലിന് അർഹനായതാരാണ്? അത് കവിതാ നായരാണ്. ആരാണ്? കവിതാ നായർ. അപ്പം റഷ്യൻ സർക്കാർ ഏർപ്പെടുത്തിയ ദസ്തയോവ്സ്കി മെഡലിന് അർഹനായതാരാണ്? കവിതാ നായരാണ് അല്ലേ? കവിതാ നായർ. ഇനി അടുത്തത്, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 15ാമത് ബഷീർ അവാർഡ് നേടിയ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നോവൽ ആരുടേതാണ്? M മുകുന്ദൻ്റെതാണ്. പി എസ് ചോദിച്ചു അല്ലേ? കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് പി എസ് ചോദിച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ
15ാമത് ബഷീർ അവാർഡ് നേടിയ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നോവൽ ആരുടേതാണ്? അത് എം മുകുന്ദൻ്റെതാണ്. ഇനി പ്രഥമ നിയമസഭാ ലൈബ്രറി അവാർഡിന് അർഹനായ സാഹിത്യകാരനാരാണ്? അത് ടി പത്മനാഭനാണ്. പ്രഥമ നിയമസഭാ ലൈബ്രറി അവാർഡിന് അർഹനായ സാഹിത്യകാരനാരാണ്? അത് ടി പത്മനാഭനാണ്. ഇനി സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ ചിമ്മിനി വട്ടം എന്ന കവിത എഴുതുതാരാണ്? അത് മനോജ് മണിയൂരാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ എന്തായാലും എടുത്ത് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എന്താക്കുമോ, ഈ വീഡിയോ 2 or 3 തവണ കേട്ടിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ അല്ലേ? അപ്പം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ ചിമ്മിനി വട്ടം എന്ന കവിത എഴുതുതാരാണ്? അത് മനോജ് മണിയൂരാണ്. ഇനി 2022 ഓടക്കുഴൽ അവാർഡിന് 2022 ഓടക്കുഴൽ അവാർഡിന് അർഹനായ അംബികാസുധൻ മാങ്ങാടിന് അർഹനാക്കിയ കൃതി ഏതാണ്? അത് പ്രാണവായു ആണ്. 2022 ഓടക്കുഴൽ അവാർഡിന് അംബികാസുധൻ മാങ്ങാടിന് അർഹനാക്കിയ കൃതി ഏതാണ്? അത് പ്രാണവായു ആണ് അല്ലേ? പ്രാണവായു. അങ്ങനെയാണെങ്കിൽ 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച ആർക്കാണ്? അത് PN ഗോപികൃഷ്ണനാണ്. അന്ന് എടുത്തെഴുതി പഠിക്കണേ. 2022 ആർക്കാണ്? അംബികാസുധൻ മാങ്ങാടിനും. ഏത് കൃതിക്ക്? പ്രാണവായു എന്ന കൃതിക്കും. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. ഗോപികൃഷ്ണൻ. അപ്പം ഏത് കവിതക്കാണ്? PN ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിലാണ് പുരസ്കാരം ലഭിച്ചത്. 2022 ഓടക്കുഴൽ ആർക്കാണ് ലഭിച്ചത്? അംബികാസുധൻ മാങ്ങാട്. 2022 2023 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ 2022 അംബികാസുധൻ മാങ്ങാട് പ്രാണവായുവിനും 2023 PN ഗോപികൃഷ്ണന് ഏത് കവിതയ്ക്ക്? കവിത മാംസഭോജിയാണ് എന്ന കവിതയ്ക്കുമാണ് ലഭിച്ചത്. ഇനി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായ കവിയാണ് വി മധുസൂദനൻ നായർ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായ കവിയാണ് വി മധുസൂദനൻ നായർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ അമ്മ മണമുള്ള കനിവുകൾ എന്ന കഥ എഴുതിയതാരാണ്? അത് EN ഷീജയാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ അമ്മ മണമുള്ള കനിവുകൾ എന്ന കഥ എഴുതിയതാരാണ്? അത് EN ഷീജയാണ്. ഓക്കെ അല്ലേ? അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്നുകൂടി വായിക്കാം, സ്പീഡിൽ വായിച്ചിട്ട് പോകാം. 2023 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവാണ് ശ്രീകുമാരൻ തമ്പി. 8ാമത് കനയ്യലാൽ സേട്ടിയ കവിതാ പുരസ്കാരത്തിന് അർഹനായ മലയാള കവി K സച്ചിദാനന്ദൻ. മാധ്യമ മേഖലയിലെ മികവിന് മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ 2020 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് SR ശക്തിധരൻ. റഷ്യൻ സർക്കാർ ഏർപ്പെടുത്തിയ ദസ്തോവ്സ്കി മെഡൽ അർഹനായതാരാണ്? അത് കവിതാ നായരും. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 15ാമത് ബഷീർ അവാർഡ് നേടിയ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നോവൽ രചിച്ചതാരാണ്? അത് M മുകുന്ദനുമാണ്. പ്രഥമ നിയമസഭാ ലൈബ്രറി അവാർഡിന് അർഹനായ സാഹിത്യകാരൻ ടി പത്മനാഭൻ. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ ചിമ്മിനി വട്ടം എന്ന കവിത എഴുതിയതാരാണ്? അത് മനോജ് മണിയൂരും. 2022 ഓടക്കുഴൽ അവാർഡിന് അംബികാസുധൻ മാങ്ങാടിന് അർഹനാക്കിയ കൃതി പ്രാണവായു. അങ്ങനെയാണെങ്കിൽ 2023 ഓടക്കുഴൽ അവാർഡ് അർഹനായ കൃതി ഏതാണ്? അത് കവിത മാംസഭോജിയാണ്. ആരെഴുതി? അത് PN ഗോപികൃഷ്ണൻ. ഓക്കെ അല്ലേ? ഇനി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായ കവിയാണ് വി മധുസൂദനൻ നായർ. ഇനി ഏതാണ്? സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ അമ്മ മണമുള്ള കനിവുകൾ എന്ന കഥ എഴുതുതാരാണ്? അത് EN ഷീജയാണ്. ആരാണ്? EN ഷീജ. ഇനി 2023 പത്മശ്രീ ബഹുമതി നേടിയ മലയാളികൾ ആരൊക്കെയാണ്? 2023 പത്മശ്രീ ബഹുമതി നേടിയ മലയാളികൾ ആരൊക്കെയാണ്? അത് അപ്പുക്കുട്ടൻ പൊതുവാൾ, അതുപോലെ തന്നെ ചെറുവയൽ രാമൻ, CI ഐസക്ക്, SRD പ്രസാദ്. 2023 പത്മശ്രീ നേടിയ
പത്മശ്രീ ബഹുമതി നേടിയ മലയാളികളാണ് അപ്പുക്കുട്ടൻ പൊതുവാൾ, ചെറുവയൽ രാമൻ, CI ഐസക്, SRD പ്രസാദ് എന്നിവ. ഏറ്റവും അധികം ഗ്രാമി അവാർഡുകൾ നേടിയതിന്റെ റെക്കോർഡ് ആർക്കാണ്? അത് ബിയോൺസെ ആണ്. ആരാണ്? ബിയോൺസെ. ഏറ്റവും അധികം ഗ്രാമി അവാർഡുകൾ നേടിയതിന്റെ റെക്കോർഡ് ആർക്കാണ്? അത് ബിയോൺസെക്കും. യുനെസ്കോയുടെ 2022 സമാധാന പുരസ്കാരം ലഭിച്ചത് ആഞ്ചല മെർക്കലുമാണ്. യുനെസ്കോ 2022 സമാധാന പുരസ്കാരം ആഞ്ചല മെർക്കൽ. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷന്റെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായ കവി ആരാണ്? അത് പ്രഭാവർമ്മ. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷന്റെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായ കവിയാണ് പ്രഭാവർമ്മ. ശ്രീ സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ സംഗീത പുരസ്കാരം നേടിയത് P ജയചന്ദ്രനാണ്. ശ്രീ സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ സംഗീത പുരസ്കാരം നേടിയത് P ജയചന്ദ്രൻ. P ഭാസ്കരൻ ഫൗണ്ടേഷന്റെ P ഭാസ്കരൻ പുരസ്കാരം നേടിയതാരാണ്? അത് ജോൺ പോളുമാണ്. അപ്പം സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ സംഗീത പുരസ്കാരം നേടിയത് P ജയചന്ദ്രനും P ഭാസ്കരൻ ഫൗണ്ടേഷന്റെ P ഭാസ്കരൻ പുരസ്കാരം നേടിയത് ജോൺ പോളുമാണ്. ഇനി 32ാമത് വ്യാസ് സമ്മാൻ ലഭിച്ച പകൽ ഖാന എന്ന കൃതി രചിച്ചതാണ്? അത് ഗ്യാൻ ചതുർവേദിയാണ്. 32ാമത് വ്യാസ് സമ്മാൻ ലഭിച്ച പകൽ ഖാന എന്ന കൃതി രചിച്ചതാണ്? അത് ഗ്യാൻ ചതുർവേദിയാണ്. ഇനി സംസ്ഥാനത്തെ 2023 മികച്ച കലക്ടർക്കുള്ള റവന്യൂ വകുപ്പിന്റെ അവാർഡിന് അർഹനായതാരാണ്? അത് A ഗീതയാണ്. അപ്പം സംസ്ഥാനത്തെ 2023 മികച്ച കലക്ടർക്കുള്ള റവന്യൂ വകുപ്പിന്റെ അവാർഡിന് അർഹനായതാരാണ്? A ഗീത. ഇനി മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള 28ാമത് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് നേടിയ സിനിമയാണ് RRR എന്ന് പറയുന്നത്. RRR. ഓക്കെ അല്ലേ? അപ്പം മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള 28ാമത് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് നേടിയ സിനിമയാണ് RRR. ഇനി മികച്ച ഗാനത്തിലുള്ള ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് നേടിയത് നാട്ട് ഏത് സിനിമയിലാണ്? RRR. നമ്മൾ നേരത്തെ പഠിച്ചു. സംഗീത സംവിധാനം നിർവഹിച്ചാരാണ്? MM കീരവാണിയാണ്. അപ്പം മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള 28ാമത് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് നേടിയ സിനിമ RRRഉം മികച്ച ഗാനത്തിലുള്ള ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് നേടിയത് നാട്ട് എന്ന ഗാനത്തിനും ഏത് സിനിമയിൽ? RRR ആണ്. ഓക്കെ അല്ലേ? ഇനി നാഷണൽ ജോഗ്രഫിക് മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ചിത്രമാണ് പരുന്തുകളുടെ നൃത്തം. എന്താണ്? നാഷണൽ ജോഗ്രഫിക് മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ സിനിമയാണ് പരുന്തുകളുടെ നൃത്തം. ആരാണ് ഫോട്ടോഗ്രാഫർ? കാർത്തിക് സുബ്രഹ്മണ്യം. ആരാണ്? കാർത്തിക് സുബ്രഹ്മണ്യമാണ്. ഓക്കെ അല്ലേ? അപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകാം. 2023 പത്മശ്രീ ബഹുമതി നേടിയ മലയാളികളാണ്. ഈ 4 മലയാളികളും എന്തായിട്ടും ഓർത്തു വെക്കണം. ഇതിൽ ലഭിക്കാത്തത് ആർക്കൊക്കെ എന്ന് ചോദിക്കാം. അപ്പം അപ്പുക്കുട്ടൻ പൊതുവാൾ, ചെറുവയൽ രാമൻ, CI ഐസക്, SRD പ്രസാദ്. ഏറ്റവും അധികം ഗ്രാമി അവാർഡുകൾ നേടിയതിന്റെ റെക്കോർഡ് ആർക്കാണ്? അത് ബിയോൺസെക്കും. യുനെസ്കോയുടെ 2022 സമാധാന പുരസ്കാര ജേതാവ് ആഞ്ചല മെർക്കലും. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷന്റെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായ കവി പ്രഭാവർമ്മയും. സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ സംഗീത പുരസ്കാരം നേടിയത് P ജയചന്ദ്രനും P ഭാസ്കരൻ ഫൗണ്ടേഷന്റെ P ഭാസ്കരൻ പുരസ്കാരം നേടിയത് ജോൺ പോളുമാണ്. 38ാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം നേടിയ പകൽ ഖാന എന്ന രചിച്ചതാരാണ്? അത് ഗ്യാൻ ചതുർവേദിയാണ്. സംസ്ഥാനത്ത് 2023 മികച്ച കലക്ടർക്കുള്ള റവന്യൂ വകുപ്പിന്റെ അവാർഡിന് അർഹയായത് A ഗീതയുമാണ്. ഇനി മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള 28ാമത് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് നേടിയ സിനിമ RRR. മികച്ച ഗാനത്തിനുള്ള ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് നേടിയത് നാട്ട് എന്ന ഗാനത്തിനും. ഏത് സിനിമയിലെ? RRR എന്ന സിനിമയിലെ പാട്ടാണ്. ഇനി നാഷണൽ ജോഗ്രഫിക് മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ചിത്രമാണ് പരുന്തുകളുടെ നൃത്തം. ഫോട്ടോഗ്രാഫർ കാർത്തിക് സുബ്രഹ്മണ്യം. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് നമ്മുടെ 95ാമത് ഓസ്കാർ പുരസ്കാരമാണ്. മികച്ച സിനിമ എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് ആണ്. അപ്പോൾ 35ാമത് ഓസ്കാർ പുരസ്കാരം മികച്ച സിനിമയ്ക്ക് ലഭിച്ചത് ഏതാണ്? എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് ആണ്. മികച്ച നടൻ ബ്രണ്ടൻ ഫ്രേസർ, ദ വെയിൽ എന്ന സിനിമയിലെ അഭിനയത്തിന്. എന്താണ് മികച്ച നടൻ? ആരാണ്? ബ്രണ്ടൻ ഫ്രേസർ. മികച്ച നടി മിഷേൽ ഹോയ് മികച്ച നടി മിഷേൽ യോഹാണ് എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയിലെ നടിയാണ്. അപ്പം മികച്ച സിനിമ എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. മികച്ച നടൻ ബ്രണ്ടൻ ഫ്രേസർ. മികച്ച നടി മിഷേൽ
യോഹ് എവറിത്തിങ് എവരിവർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ആർക്ക് ലഭിച്ചത്? മികച്ച നടിക്കുള്ള ഓസ്കാർ ആർക്ക് ലഭിച്ചു? മിഷേൽ യോഹിനി. ഇനി മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചറാണ് നവൽനി എന്നാണ്. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചതാർക്കാണ്? മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചതാർക്കാണ്? അത് നവൽനിക്കാണ്. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചതാർക്കാണ്? അത് പിനോച്ചിയോ. അപ്പം മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത് പിനോച്ചിയോക്കാണ്. ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഓസ്കാർ പുരസ്കാരം നേടിയ RRR എന്ന സിനിമയിലെ നാട്ട് എന്ന പാട്ടിന് സംഗീതം നൽകിയതാരാണ്? അത് MM കീരവാണിയാണ്. കീരവാണി. അതിൻ്റെ രചന നിർവഹിച്ചതാരാണ്? അത് ചന്ദ്രബോസ് ആണ്. അപ്പം മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം നവൽനി, മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം പിനോച്ചിയോ, ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഓസ്കാർ പുരസ്കാരം നേടിയ RRR എന്ന സിനിമയിലെ നാട്ട് എന്ന പാട്ടിന് സംഗീതം നൽകിയത് MM കീരവാണിയാണ്. ആ നാട്ട് എന്ന പാട്ടിൻ്റെ ഗാനരചന നിർവഹിച്ചത് ചന്ദ്രബോസും ഗായകർ രാഹുൽ സിപ്ലി ഗുഞ്ചും കാലഭൈരവ എന്നിവർ ചേർന്നാണ്. ഗായകരാരാണ്? രാഹുൽ സിപ്ലിഗുഞ്ച്, കാലഭൈരവ എന്നിവരാണ്. ഇനി മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ദി എലിഫന്റ് വിസ്പേഴ്സ് ആണ്. ദ എലിഫന്റ് വിസ്പേഴ്സ് എന്ന ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത് കാർത്തികി ഗോൺസാലസ് ആണ്. നിർമ്മാണം ഗുനീത് മോങ്കയും. അപ്പോൾ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ദ എലിഫന്റ് വിസ്പേഴ്സ്. സംവിധാനമാരാണ്? അത് കാർത്തികി ഗോൺസാലസ്. നിർമ്മാണമാരാണ്? ഗുനീത് മോങ്ക. ഓക്കെ അല്ലേ? അപ്പം ആ കാര്യങ്ങൾ ഓസ്കാർ ഒന്നും കൂടി പറയാം. അപ്പോൾ 95ാമത് ഓസ്കാർ പുരസ്കാരം മികച്ച സിനിമയ്ക്ക് ലഭിച്ചത് എവറിത്തിങ് എവരിവർ ഓൾ അറ്റ് വൺസും. മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ബ്രണ്ടൻ ഫ്രേസർ ദ വെയിൽ എന്ന സിനിമയിലെ അഭിനയത്തിനുമാണെങ്കിൽ മികച്ച നടിക്കുള്ള ഓസ്കാർ ലഭിച്ചത് മിഷേൽ യോഹ് എവറിത്തിങ് എവരിവർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയിലെ അഭിനയത്തിനുമാണെങ്കിൽ മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത് നവൽനിക്കും മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത് പിനോച്ചിയോക്കും ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഓസ്കാർ പുരസ്കാരം നേടിയ RRR എന്ന സിനിമയിലെ നാട്ട് എന്ന പാട്ടിന് സംഗീതം നൽകിയത് MM കീരവാണിയാണ്. ഗാനരചന ചന്ദ്രബോസും ഗായകർ രാഹുൽ സിപ്ലിഗുഞ്ചും കാലഭൈരവ. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് ഇതിനാണ് ദി എലിഫന്റ് വിസ്പേഴ്സ്. സംവിധാനം കാർത്തികി ഗോൺസാലസും നിർമ്മാണം ഗുനീത് മോങ്കയുമാണ്. ഇനി നമ്മുടെ 95ാമത് ഓസ്കാർ പുരസ്കാര ദാന ചടങ്ങിൽ അവതാരകയായ ബോളിവുഡ് നടിയാണ് ദീപിക പദുക്കോൺ. ഇമ്പോർട്ടൻ്റ് ആണ്. 95ാമത് ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ അവതാരകയായ ബോളിവുഡ് നടിയാണ് ദീപിക പദുക്കോൺ എന്ന് പറയുന്നത്. ഇനി ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2023 തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? അത് നന്ദിനി ഗുപ്ത. ഏത് സംസ്ഥാനക്കാരിയാണ്? രാജസ്ഥാൻകാരിയായ നന്ദിനി ഗുപ്തയാണ് ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2023 തിരഞ്ഞെടുത്തത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. 95ാമത് ഓസ്കാർ പുരസ്കാരദാന ചടങ്ങിൽ അവതാരകയായ ബോളിവുഡ് നടിയാണ് ദീപിക പദുക്കോൺ. അതുപോലെ തന്നെ 2023 ഫെമിന മിസ് ഇന്ത്യ വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? അത് നന്ദിനി ഗുപ്തയാണ്. നന്ദിനി ഗുപ്ത ഏത് സംസ്ഥാനക്കാരിയാണ്? രാജസ്ഥാൻകാരിയാണ്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കാണ് ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫെയർസ് PSC ബുള്ളറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2023 കറണ്ട് അഫെയർസ് നമ്മുടെ ഒരു പ്ലേലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ എല്ലാ പാർട്ടും നിങ്ങൾ കാണുക. ഓക്കെ അല്ലേ? അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു.